വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഹലോ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രെൻഡിങ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബബിൾ കേക്ക്, ചോക്ലേറ്റ് ബബിൾ കേക്ക് എന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, കാണാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 8 ടേബിൾ സ്പൂൺ മൈദയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. 5 ടേബിൾ സ്പൂൺ ആണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കണേ. ഇനി നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് വേണ്ടത്. അതിന് ശേഷം ഇപ്പം കോക്കോ പൗഡറാണ് ചേർക്കണേ. 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിൽക്കായിട്ട് 6 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പാൽ നല്ല തണുത്തതും അല്ല, എന്നാൽ നല്ല ചൂടുള്ളതും അല്ല, ഒരു റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് 6 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഓയിൽ വേണം. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് വേണ്ടത്. ഞാനിപ്പം വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ മൊത്തത്തിൽ ഒഴിക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുമല്ലോ, ആ പരുവത്തിലാക്കിയെടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഓയിൽ തടവി കൊടുത്താണ്. എന്നിട്ട് അതിലേക്കായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ആ പാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ സ്റ്റവ് കത്തിച്ച് ആദ്യം ഒരു തട്ട് വെച്ച് കൊടുക്കണം. ഈ സ്റ്റവിൻ്റെ ഹീറ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ കേക്കിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മേലായിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ആക്കിയിട്ടുള്ള ആ പാൻ വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന സ്റ്റവിനനുസരിച്ചിട്ടും പിന്നെ ചൂടിനനുസരിച്ചിട്ടൊക്കെ ഇതിൻ്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ഞാനൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിയാണ്. അപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ്. അത് ചൂടാറി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ട് ചെറിയതായിട്ട് പിച്ചിയിട്ട് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ പിച്ചിയിടുമ്പോൾ തന്നെ ഇത് നല്ല പൊടിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് എല്ലാ കേക്കും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോൾ തന്നെ അത് തമ്മിലിങ്ങനെ ഒട്ടിയിട്ട് നമുക്കതിൽ നിന്ന് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലാവണം. ഇനിയിപ്പോൾ അങ്ങനെ ആവണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ഇത്തിരി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഗനാഷ് പോലെ ആക്കൂലേ, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൽ ക്രീം ചേർത്തിട്ട് ഗനാഷാക്കി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ചേർക്കാതെ തന്നെ എൻ്റെത് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി ഞാനിത് ഉരുട്ടിയെടുക്കുന്നത് ഓരോന്നും ഓരോ സൈസിലാണ്. ഒരെണ്ണം വലുതാക്കിയാണ്, പിന്നെ ഒരെണ്ണം ചെറുതാക്കിയാണ്. അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലായിട്ടാണ് ഞാനിത് ഉരുട്ടിയെടുക്കണേ. അപ്പം നമ്മൾ അത് ചെയ്യുന്ന നേരം കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പം ചുടുവെള്ളത്തിലേക്ക് ഈ ചോക്ലേറ്റ് ആയിട്ടുള്ള പാത്രം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. 100 ഗ്രാം ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ അവനിൽ വെച്ചിട്ട് ചൂടാക്കി അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് നല്ല പോലെ മെൽറ്റായിട്ട് വരും. അപ്പം നമുക്കത് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ എല്ലതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചപ്പോക്കിനും നമ്മുടെ ചോക്ലേറ്റ് ഇതേപോലെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ മെൽറ്റായിട്ട് കിട്ടും.
ഇനി നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OHP ഷീറ്റോ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പറോ എടുക്കുക. എന്നിട്ട് ബേക്കിംഗ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. OHP ഷീറ്റിൽ പിന്നെ ഓയിലൊന്നും തടവേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മേലക്കായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒരു എന്താ പറയുക, ഒരു റെക്റ്റാങ്കിൾ പോലെ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ചതുരത്തിൽ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് ആ ബോൾസ് വെക്കണം. അപ്പോൾ അത് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ ആക്കി കൊടുക്കണേ. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, കേക്ക് പൊടിച്ച് ഉരുട്ടിയെടുത്തിട്ടുള്ള ബോൾസ്, അതിങ്ങനെ ഈ ചോക്ലേറ്റിൻ്റെ മേലേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. കഴിയുന്നതും സ്പീഡിൽ ചെയ്യാം കേട്ടോ, കാരണം താഴ്ഭാഗത്തുള്ള ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ സെറ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പം പെട്ടെന്നായിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വെക്കുന്ന സമയത്തും ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ബബ്ലി ഉണ്ടല്ലോ, അതേപോലെ ഉണ്ടാവും ഇത് കാണാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനെ കഴിക്കാൻ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വല്ലാതെ ചെറുതാക്കാത്തതാവട്ടോ നന്നാവുക. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കുറേ എണ്ണം ഞാൻ നല്ല വലുപ്പത്തിലും ആക്കിയാണ്, കുറച്ച് ഞാൻ നല്ല ചെറുതും ആക്കിയാണ്. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ആ ചെറുതിൻ്റെ മേലെ പോയിട്ട് അങ്ങനെ കിടന്ന് അത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ടായില്ല. അത് കാരണം തന്നെ നല്ലൊരു ലുക്ക് കിട്ടിയില്ല ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്തും വലിയ ഡിഫറൻസിലാക്കണ്ട കേട്ടോ. ഈ ബോൾസ് തമ്മിൽ ഒരു ഇത്തിരി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായാൽ മതി. അല്ലാതെ ഞാൻ ചെയ്ത പോലെ ഭയങ്കര ചെറുതൊന്നും ആക്കാൻ നിൽക്കണ്ട. ഞാനിതപ്പോൾ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ബോൾസും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലക്കായിട്ട് ബാക്കിയുള്ള മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ചൊരു കളറിൽ ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ബോൾസ് നല്ല ഡാർക്ക് കളറല്ലേ. അപ്പം ഈ കോമ്പൗണ്ട് ചോക്ലേറ്റിനും ഡാർക്ക് കളറായി കഴിഞ്ഞാൽ രണ്ടും കൂടെ കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഈ ചോക്ലേറ്റ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്. ആ ചെറിയ ബോൾസ് നടുവിൽ വെച്ച് കഴിഞ്ഞപ്പം ചോക്ലേറ്റൊക്കെ അതിൻ്റെ മേലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടേനി. അത് കാരണം ഇതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പിലല്ല വന്നിട്ടുള്ളത്. സൈഡിലൊക്കെ ആ വലിയ ബോൾസ് വെച്ച് കൊടുത്തൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയ ബോൾസ് വെച്ച് കൊടുത്ത് വലിയൊരു ഷേപ്പ് കിട്ടിയില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യം ഒന്ന് നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഇത് ഒരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലോണം സെറ്റായിട്ട് കിട്ടും. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കാനായിട്ട്. ആ ചോക്ലേറ്റിൻ്റെയും പിന്നെ കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഇനി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് ഉള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്